കൊച്ചിയിൽ ലഹരി സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം. നടുറോഡിൽ കത്തിയുമായി പരാക്രമം കാണിച്ച യുവാവും യുവതിയും അറസ്റ്റിലായി. മദ്യലഹരിയിൽ പോലീസിന് നേരെ അസഭ്യവർഷം നടത്തിയ യുവതി പോലീസ് വാഹനത്തിന്റെ ചില്ലുകളും അടിച്ചു തകർത്തു. മറ്റൊരു സംഭവത്തിൽ കൊച്ചിയിൽ വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ ചില്ലുകളും അടിച്ചു തകർത്തു. പോലീസ് വന്നിട്ടേ ഉള്ളൂ. 5 ഗ്രാം കളക്ട് ചെയ്യാൻ അതറിയോ? പിന്നെ നിന്റെ ഫോണിൽ എറണാകുളം പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിൽ നടുറോഡിലായിരുന്നു കത്തിയുമായി യുവാവിന്റെയും യുവതിയുടെയും പരാക്രമം. പാലാരിവട്ടം സ്വദേശി പ്രവീണും കോഴിക്കോട് സ്വദേശി റസ്ലിയുമാണ് പിടിയിലായത്. രാത്രി 12:30യോടെയായിരുന്നു സംഭവം. വഴിയാത്രക്കാരെ ആക്രമിക്കുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതറിഞ്ഞാണ് പോലീസ് സ്ഥലത്തെത്തിയത്. വനിതാ പോലീസ് ഉണ്ടെങ്കിൽ മാത്രമേ തന്നെ കസ്റ്റഡിയിൽ എടുക്കാനാകുകയുള്ളൂ എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയ യുവതി കയ്യിലുണ്ടായിരുന്ന ഫോൺ കൊണ്ട് പോലീസ് ജീപ്പിന്റെ ചില്ലുകളും അടിച്ചു തകർത്തു. പോലീസ് വാഹനം ആക്രമിച്ച് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതടക്കം ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. മറ്റൊരു സംഭവത്തിൽ കൊച്ചിയിൽ വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ ഗ്ലാസ് തല്ലിത്തകർത്തു. 3 കാറുകളുടെയും ഒരു ഓട്ടോയുടെയും ഗ്ലാസാണ് തകർത്തത്. മട്ടാഞ്ചേരി കരുവേലിപ്പടി RK പിള്ള റോഡിലായിരുന്നു സംഭവം. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. കൊച്ചി നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ലഹരി സംഘങ്ങളുടെ ഏറ്റുമുട്ടലും ഭീകരാന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുന്നതും പതിവാകുകയാണ്. ജനം, കൊച്ചി.